അപ്പോൾ നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എവിടെ ഒരു വിവരമില്ല, കുറേ കണ്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു 2 ആഴ്ചയായിട്ട് സത്യം പറഞ്ഞാൽ സുഖമല്ല, നല്ല പനിയൊക്കെ കൂടിയാണ്ട് ആകെ ഒന്ന് സൈഡായി. അപ്പോൾ പനിയൊക്കെ മരപ്പം ഇങ്ങനെ ചെറിയ റെസ്റ്റിലാണ്. അപ്പോൾ ഇനി ഈ ഒരാഴ്ച കൂടി റെസ്റ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അതായത് പനി എല്ലാം കൂടി, അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളായി. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ റെസ്റ്റിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാണ് കുറേ ആയിട്ട് കാണാത്തത്. പിന്നെ അസറു അതിൻ്റെ ഇടയിൽ പോയി, പോയിൻ്റെ പിറ്റേന്നായിട്ട് കിടന്നാണ്, പിന്നെ എണീറ്റിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇന്നാണ് ഞാൻ സത്യം പറഞ്ഞാലൊന്ന് ശരിക്കും എണീറ്റിരിക്കണത്. ആകെ സൈഡായി. അത് കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ സൈഡാവണത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണത്തിലും കാര്യങ്ങളിലൊക്കെയാണ് നമ്മളുള്ളത്. പക്ഷെ എന്നാലും അങ്ങനെയാണെങ്കിലും ഇന്നിപ്പോൾ ഒന്ന് എണീറ്റപ്പം എനിക്ക് മനസ്സിലിങ്ങനെ തോന്നില്ല. അതായത് ഞാൻ തീരെ പ്രൊഡക്റ്റീവ് അല്ലാതായോ എന്ന് എനിക്ക് തന്നെ ഒരു ഡൗട്ട്. അതായത് ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് വ്ളോഗും ഇല്ല, സോഷ്യൽ മീഡിയസിലൊക്കെ ഉപയോഗം വളരെ കുറവായി. അപ്പം നമ്മളെ ഈ ഒരു പ്രൊഡക്ടിവിറ്റി കഴിവ് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കെന്നെ തോന്നൽ. അപ്പം ഞാൻ കരുതിപ്പോൾ ഞാൻ ഏതായാലും ഇപ്പോൾ ഈ സമയത്ത് നമ്മളിങ്ങനെ ഇവിടെ റെസ്റ്റ് എടുക്കുക, ഫുഡ് കഴിക്കുക, അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്നെക്കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അതായത് ഒരു ചായ ഉണ്ട്. ചായ എന്ന് പറഞ്ഞാൽ കിടിലൻ ചായയാണ്. അതായത് ആ ചായൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, രാവിലെ വീട്ടിൽ നിന്ന് തെറ്റിപ്പോയ ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വൈകുന്നേരം വരുമ്പോൾ ഈ ചായ കുടിച്ചോടുകൂടി പലരും ഭയങ്കരമായിട്ട് സ്നേഹപ്രകടനമൊക്കെ പ്രകടിപ്പിച്ച് ഭാര്യമാരോടൊക്കെ അങ്ങനെ ഒരു ചരിത്രമുള്ള ഒരു ചായയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് എന്ത് ചെയ്യണം, ഞാൻ അത് കാണിച്ചു തന്നതിന് ശേഷം ഇത് വീട്ടിൽ നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതേമാതിരി രാവിലെ തെറ്റിപ്പോണ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ തന്നെ ആദ്യം ഒരു ഗ്ലാസ് ചായ കുടിച്ചോളി 2 കൊടുത്താൽ അതിന് ഒരു ഫ്ലാറ്റാണ്. അതാണ് നമ്മൾ തരുന്ന ഗ്യാരണ്ടി. അപ്പോൾ ഇനി ആ ചായ ഉണ്ടാക്കണ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എങ്ങനെ മേക്ക് ചെയ്യണം എന്നുള്ള അടക്കം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവാണ്, പറഞ്ഞുതരാൻ പോവാണ്. അപ്പോൾ എല്ലാവരും അത് വളരെ കൃത്യമായിട്ട് ഓരോ ചുവടുവെപ്പും ശ്രദ്ധിച്ച്, നിങ്ങൾ വെറുതെ വെള്ളം ചൂടാക്കിയാണ്ട് ഇങ്ങനെ പൊള്ള വരുമ്പോൾ ചായപ്പൊടി ഇടുക, പഞ്ചസാര ഇടുക, ആ പരിപാടി അല്ലത്. ഇതിൻ്റെ രീതി തന്നെ വേറെയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായം നമുക്ക് പറയണം. തെറ്റിയ ആളുകൾ മുണ്ടിയോ അത് ഇനി ആളുകൾ തെറ്റിയോ അങ്ങനെ എന്താ സംഭവിക്കണമെന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് പറഞ്ഞു തരണം. ഓക്കെ, ഹലോ ഗായ്സ്. അപ്പോൾ ഇമ്മൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇമ്മൂസ് കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇത് ഇമ്മുവിൻ്റെ കിച്ചണാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇമ്മൂസ് കിച്ചൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്, ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു കൊറിയൻ ടച്ച് ചായയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്, ഒരു കൊറിയൻ ചായ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ചായ കുടിക്കുന്ന ആളുകളാണ്, നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ചായ ഉണ്ടാക്കി തരലുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ട് നമ്മളെ വീട്ടിലെ അമ്മമാരും നമുക്ക് ഈ ചായ ഉണ്ടാക്കി തരുന്ന ഇനിയിപ്പോൾ അങ്ങന്മാരായിക്കോട്ടെ ആരായിക്കോട്ടെ ഇവരൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഇവരൊക്കെ പണി എന്താ വെച്ചാൽ, ഒരാൾ വന്നാൽ ഇവരൊരു ഗസ്റ്റ് വന്നാൽ പോലും ഇവരൊക്കെ എളുപ്പപ്പണിയാണ് നോക്കാറ്. ഇല്ലെങ്കിൽ ഇത് കാണുമല്ലോ അഭിപ്രായം പറയും, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകൾ കാണുന്നുണ്ടാവുമല്ലോ, ഓല് പറയട്ടെ അല്ല എന്നുള്ളത്. കാരണം ഓരോ അപ്പത്തെ ഉദ്ദേശം എന്താ വെച്ചാൽ, ആ വന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ആ ചായ കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ സ്കൂളൊക്കെ വിട്ടാണ്, എനിക്കൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട്, നമ്മൾ സ്കൂളിൽ രാവിലെ മുതൽ 9 മണി മുതൽ 4 മണി വരെ പഠിച്ച് കുഴങ്ങിയൊക്കെയാണ് നമ്മൾ വരിക. വൈകുന്നേരം 4 മണി വരെ പഠിച്ച് കുഴങ്ങി വരുന്ന നമ്മൾ, അതായത് സ്കൂളിലെ ഈ പഠന സംഭവങ്ങളുമായി മല്ലിട്ട് ടീച്ചർമാരുടെ ഈ ഒരു ഇതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 4 മണിയാകുമ്പോൾ ഇവിടെ വന്ന് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ചായ ഉണ്ട്. പക്ഷെ ആ ചായയിൽ വരെ നമ്മളെ ഉമ്മാരും പെങ്ങന്മാരായിക്കോട്ടെ ഇനി വല്യമാരായിക്കോട്ടെ ഇവരൊക്കെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പോൾ ആ ഒരു തിരിച്ചറിവെന്നാണ് എനിക്കുണ്ടായത്. ഞാൻ വെറുതെ ഇരിക്കുന്ന സമയം പ്രൊഡക്റ്റീവായിട്ട് ഇനിയെങ്കിലും നമ്മുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും വല്യമാർക്കും അല്ലെങ്കിൽ നമുക്ക് ചായ ഉണ്ടാക്കി തരുന്ന ആരായിക്കോട്ടെ ഇവരൊക്കെ ഒരു മാറ്റം വരുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. അപ്പം നമ്മൾ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോണത് ഒരു കൊറിയൻ ടച്ച് ചായയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അമ്മമാരൊക്കെ പരിപാടി എന്താ വെച്ചാൽ, ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് ഓടി വന്നിട്ട് എന്ത് ചെയ്യുക, വേഗം വെള്ളം വെക്കുക, വെള്ളത്തിൽ ഇങ്ങനെ പൊള്ള വരുമ്പം ചായപ്പൊടി ഇടുക, പഞ്ചസാര ഇടുക, 4 ഇളക്കിലൊക്കെ ഇളക്കിയാണ്ട് ഒരു അരിപ്പൊക്കെ വെച്ചാണ്ട് ഗ്ലാസ്സിക്ക് ചായ ആക്കിയാണ്ട് നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. ഇതാണോ ചായ? ആണോ? നിങ്ങൾ പറയും ഇതാണോ ചായ പറഞ്ഞാൽ അല്ല. അപ്പോൾ ചായ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഞാൻ പറഞ്ഞു പല തകർന്നു പോയ ബന്ധങ്ങളും ഒരുമിച്ച ഒരു ചായയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൊറിയൻ ചായ മേക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പ്, അതായത് നമ്മുടെ ചായക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് നമ്മൾ ചായ ഒരു ബിരിയാണി ഉണ്ടാക്കണ പോലെയാണ് നമ്മൾ ചായ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ചായക്ക് വേണ്ടത് പഞ്ചസാര, പിന്നെ ഇത് ബ്രൗൺ ഷുഗർ അല്ല ബ്രൗൺ ഷുഗർ അർത്ഥം മാറിപ്പോയി. ഇത് നമ്മളെ ടീ പൗഡർ, ചായപ്പൊടി, പിന്നെ വെള്ളം, പാല്,
പിന്നെ ഏലക്കായി, ഗ്രാമ്പൂ, പിന്നെ മറ്റേ ഇല ഉണ്ടല്ലോ കറുകപ്പട്ടൻ്റെ ഇല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ എന്തെങ്കിലും ചേണ്ടത്. പക്ഷേ ഇത് എവിടെ ചേർക്കണേ, എങ്ങനെ ചേർക്കണം എന്നെല്ലാം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോരുത്തർ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു പാത്രം, നമ്മൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഒരു 5 അകില ചായ കേട്ടോ. അപ്പോൾ നമുക്കൊരു ഗസ്റ്റ് വരാണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇന്നെ കാണാൻ വരികയാണെങ്കിൽ സുഖമില്ല കിടക്കല്ലേ, അപ്പോൾ ആ ആക്കി നമ്മൾ ഈ ചായ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വീട്ടിലുള്ളവർക്കും ഇമ്മൂനൊക്കെ നമ്മൾ നെട്ടിക്കാൻ പോവാണ്. അതായത് നിങ്ങളൊന്ന് ഇത്രയും കാലം ഉണ്ടാക്കിയതല്ല ചായ എന്നുള്ളത് നമ്മളിന്ന് തെളിയിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു പാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യത്തിൻ്റെ വെള്ളമാണ് നമുക്ക് എടുക്കുക കേട്ടോ. ഫസ്റ്റ് ആദ്യം പാത്രം നമ്മൾ എന്ത് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് പാത്രം നമ്മൾ കഴുകുക. ഇത് ഒരു മിനിറ്റ്, ഇതിന് ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാണ്ട്, അപ്പോൾ ഇതിലോ മറ്റേ സംഭവം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആ ഒരു പ്രൊഫഷണൽ ടച്ചിലാണ് എന്ത് ചെയ്യാണ്, കുക്ക് ചെയ്യാൻ. അപ്പം ഞാനിന്ന് നമ്മളെ കുക്കിംഗ് ഇങ്ങനെയാണ്. ഈ സംഭവമൊക്കെ ചുറ്റി ആ ഒരു പ്രൊഫഷണൽ രീതിയിലാണ് നമ്മളിന്ന് ചായ ഉണ്ടാക്കാൻ പോണത്. നമ്മൾ ഈ ചായ ആയിക്കോട്ടെ, ചോറായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മളിത് അതിൻ്റെതായ രീതിയിൽ നമ്മളിതൊക്കെ ചെയ്യുള്ളൂ. അമ്മമാർ ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ടോ? ഒരു ചായ ഉണ്ടാക്കാനൊക്കെ ഇല്ല, ഓല് ഓടി വരെ എന്താ ഇതാക്കിക്കണെന്ന് വെച്ചാൽ അതേമാതിരി ചെയ്യാന്നല്ലാതെ ആ ഒരു രീതിയിലാണ് ഓല് ഇതൊക്കെ ചെയ്യല്. അപ്പം നമ്മളിത് എന്താ ചെയ്ത് വളരെ പ്രൊഫഷണലായി. പിന്നെ എനിക്കെന്താ വെച്ചാൽ ഞാൻ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ചെയ്യണ ഒരു കാര്യമാണ്, അതായത് നമുക്കൊരു കുക്കിങ്ങിൻ്റെ ഫീൽ ഇട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, എയർപോർട്ട്സ് വെച്ചിട്ട് ഞാൻ ഉസ്താദ് ഹോട്ടലിൻ്റെ പാട്ടാടല്ലോ കേട്ടോ. അതായത് അതിലൊരു സുലൈമാനീൻ്റെ സംഭവമൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് അത് കേട്ടാൽ നമുക്ക് ഉള്ളിൽ നിന്നൊരു സാധനം വരാണ്ട് കുക്കിങ്ങിന്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, അത് ഞാൻ ഇവിടെ മെല്ലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എയർപോർട്ട്സ് വെച്ചിട്ട് നമ്മൾ ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചായൻ്റെ പരിപാടിയിലേക്ക് കിടക്കാൻ പോവാണ്. അതവിടെ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ വർക്ക് ചെയ്യും. സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു ഉസ്താദ് ഹോട്ടലിൻ്റെ ആ പാട്ടുണ്ടല്ലോ, അതിങ്ങനെ അവിടെ ബാക്കിൽ വർക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു ഫീലിലാണ് നമ്മളെ കുക്കിങ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മളെ പാത്രം എടുത്ത് ഞാൻ പറഞ്ഞതുപോലെ പാത്രം വെക്കുക. 3 ഉണ്ടെങ്കിൽ നടുവിൽ വെക്കുക. അപ്പം ഈ നടുവിൽ വെക്കണം എന്താ വെച്ചാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അപ്പോൾ 3 അടുപ്പിലുണ്ട്, നമുക്ക് നടുവിൽ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്ററായിട്ട് ഇങ്ങനെ നിൽക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണത്, നടുവിൽ വെക്കണത്. എന്നിട്ട് നമ്മൾ ഇത് കത്തിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിയിരിക്കുന്നു ഗൈസ്. അപ്പം ഇപ്പം ഞാൻ കൈക്ക് വെള്ളം ഇതിനിപ്പോൾ വറ്റും. അത് വറ്റുമ്പോഴത്തേന് ഞാൻ എന്ത് കേട്ടും, കുറച്ച് വെള്ളം ഇതിലെടുത്തുകൊണ്ട് അവിടെ റെഡിയാക്കി വെറുതെ ഒരു സേഫ്റ്റിക്ക് വെക്കും. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആദ്യം ഇടേണ്ട എന്താണ്, അതിൻ്റെ വെള്ളം വറ്റി തുടങ്ങി കേട്ടോ. ആദ്യം ഇടുന്ന സാധനം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തന്നെയല്ലേ, അതെ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് ഞാൻ ഇടാൻ പോകണേ. ഒരു മിനിറ്റ്, ഞാൻ ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ ആട്ടേണ്ടതെന്നുള്ളത്. ഷുഗർ കുറുക്കുക. അപ്പോൾ 5 ഗ്ലാസ് ചായ ഉണ്ടാക്കുന്നതുകൊണ്ട് 1 2 3 4 5 6 7 5 ഗ്ലാസ് ചായക്ക് ഒരു 7 ഗ്ലാസ് ഷുഗർ അത് കിട്ടില്ല. ഇനി ഈ ഷുഗർ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ അത് കുറുക്കാൻ പോവാണ് കേട്ടോ. ഷുഗർ കുറുക്കി. അപ്പം ആദ്യം ഞാൻ എന്താ ചെയ്തത്, ഷുഗർ കുറുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം പെങ്ങന്മാരെ വല്യമാരെ എല്ലാവരും എന്ത് ചെയ്യുക, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്. ഷുഗർ ഞാൻ കുറുക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു 7 സ്പൂണ് ഷുഗർ ഇട്ടിക്കണം. വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാമല്ലോ. അതുകൊണ്ട് 7 സ്പൂണ് ഷുഗർ ഞാൻ ഇട്ടുകൊണ്ട് കുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ഷുഗറിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മളെ വെള്ളത്തിൻ്റെ നിറമൊക്കെ മാറി. ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഏകദേശം കുറുകി തുടങ്ങിയിട്ട് ഇത് കുറുകണോട് കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട സാധനമാണ് എന്ത്, നമ്മുടെ ചായപ്പൊടി. ഇത് കുറുകി വരുന്നതോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ചായപ്പൊടി ഇവിടെ ഇതിൻ്റെ സ്പീഡ് കുറച്ച് കുറക്കട്ടെ കേട്ടോ. ചായപ്പൊടി ഇവിടെ ഉണ്ട്. അത് ഏകദേശം കുറുകി. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 2.5 സ്പൂണ് നമ്മളെ ചായപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു. 2.5 സ്പൂണ് ചായപ്പൊടി. അതും ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, കുറുക്കുകയാണ് കേട്ടോ. തീ കുറച്ചുകൂടി കുറക്കട്ടെ. ഓക്കെ, ചെറിയ തീയായി. ഇനി അപ്പോൾ ആദ്യം നമ്മൾ പഞ്ചസാര ജസ്റ്റ് ഒന്ന് കുറുക്കി. അതിന് ശേഷം നമ്മൾ ചെയ്ത എന്താണ്, നമ്മളെ ചായപ്പൊടി കുറുക്കിയിട്ടുണ്ട് കേട്ടോ. ചായപ്പൊടി കുറുക്കി. ഇത് കുറുകിക്കൊണ്ടിരിക്കുന്നു.
അതായത് ഒരുപാട് ബന്ധങ്ങളുടെ ഒരു തുടക്കത്തിമേലാവട്ടെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു കുക്കിങ്ങിൻ്റെ ഇതിൽ. കാരണം ഇനി നമുക്കിതാ ഒരു കപ്പ് പാലുണ്ട്. അതായത് ഇതൊരു 5 ആൾക്ക് വേണ്ട പാലാണ് ഇതിലില്ല കേട്ടോ. അപ്പം നമ്മൾ പാലൊഴിക്കാൻ പോവാം കേട്ടോ. അതും കുറുക്കിയതിന് ശേഷം എന്താ പാലൊഴിച്ചു. അപ്പം നമ്മൾ പാലൊഴിച്ചു കേട്ടോ. നമ്മളത് നല്ലോണം കുറുക്കിയതിന് ശേഷം എന്ത് ചെയ്തു, പാലൊഴിച്ച് കൊടുത്തു. ഇനി പാലൊന്ന് തിളക്കട്ടെ കേട്ടോ. പാലൊന്ന് തിളക്കണം. ഇതിൻ്റെ സ്പീഡ് കുറച്ചിടുന്നുണ്ട് കേട്ടോ. കാരണം പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതിൽ പെട്ടാണ് ഒന്ന് നമ്മളെ ഇഞ്ചി വേണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ നമ്മുടെ ഈ കറുകപ്പട്ടൻ്റെ ഇല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് കറുകപ്പട്ടൻ്റെ ഇല എന്ത് ചെയ്യാണ്, കേകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറുകപ്പട്ടൻ്റെ ഇല അത് പൊട്ടുണ്ടല്ലോ. അപ്പോൾ കറുകപ്പട്ടൻ്റെ ഇല നമ്മൾ കേകി 2 ഇല മതി, ബാക്കിയില്ല അവിടെ വന്നോട്ടെ. കറുകപ്പട്ടൻ്റെ ഇല കേൾക്കൂലേ? അപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും അതായത് നമ്മൾ വൃത്തിയിൽ ഇതൊക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മളിത് കഴുകിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി നമ്മൾ എന്ത് ചെയ്യുക, ഒരു കത്തി ഉപയോഗിച്ച് നമ്മൾ ഇഞ്ചി ചൂടാക്കുകയാണ്, അല്ല ഇഞ്ചി തൊലിക്കുകയാണ്. എന്നിട്ട് ആ ചൂടായ വെള്ളത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇഞ്ചി ഇട്ട് കൊടുക്കും കേട്ടോ. അതായത് ഇതിൻ്റെ ഇഞ്ചി തൊലി കണ്ടില്ല നിങ്ങൾ, അതായത് അതിന് വരെ ഒരു പ്രൊഫഷണൽ ടച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. 1 ഇഞ്ച് മതി കേട്ടോ, ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം ഉണ്ടായാൽ മതി അതിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു കൊറിയൻ ചായൻ്റെ അഭിപ്രായം നിർബന്ധമായിട്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിക്കണം. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അതായത് നമ്മൾ ഇത്രയും കാലം പറ്റിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഫോണും വെല്ലടിക്കണ്ടല്ലോ. ഇഞ്ചി തൊലിച്ചു. ഇഞ്ചി ഇനി ഒന്ന് ചതച്ചു നോക്കണ്ട നമുക്ക് ഇതാവുമ്പോത്തിന്. ജസ്റ്റ് മതി. അതായത് ഇഞ്ചി നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ചതച്ച് ഇങ്ങനെ ആക്കി വെച്ചു കേട്ടോ. കറുകപ്പട്ട റെഡി. പിന്നെ വേണ്ടത് ഏലക്കായും പിന്നെ ഈ കോല് മരിയുള്ള സംഭവമില്ല നമ്മൾ ചോറൊക്കെ കിടണേ ആ സംഭവമാണ് കേട്ടോ. ഗ്രാമ്പു അതാണ് പിന്നെ വേണ്ടത്. അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാണ്. ഇനി ഇതൊന്ന് ലെവലായി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, അതിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനിപ്പം തന്നെ ഒരു ഇതുണ്ട് ചായക്ക്. ഇപ്പം തന്നെ ചായക്ക് എന്തൊക്കെയോ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ചായ ആയിട്ട് മാറാൻ പോവാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതേമാതിരി ഒരുപാട് ഐറ്റം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒക്കെ കാണിച്ചു തരും. ഇതിപ്പം രാവിലെ പണങ്ങി പോയ ഭർത്താവ് തിരിച്ചു വരുമ്പോൾ കൊടുത്ത് മിണ്ടിക്കുന്ന ഒരു സാധനമാണിത്. ഇനി അകന്ന് നിൽക്കുന്ന അമ്മായിയമ്മയും മരുമോളെയും അടുത്ത് നിർത്തുന്ന ഒരു സാധനം നമ്മളെടുത്ത് ഒരു പുതിയൊരു ഐറ്റം ഉണ്ട്. അത് നമ്മൾ വേറെ കാണിച്ചു തരും. പിന്നെ അതിർത്തി തർക്കം പരിഹരിക്കാൻ പറ്റിയൊരു സാധനം നമ്മളെ കയ്യിലുണ്ട്. അത് നമ്മൾ കാണിച്ചു തരും. അതേമാതിരി സ്വത്ത് തർക്കങ്ങൾ ഇതാ നമ്മളെ ചായ ഇത് തിളച്ചു. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണേ, കുറച്ചത് കൂടിയിട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് കൊടുത്തു. അതിലേക്ക് നമ്മളെ ഈ 2 ഇലകൾ നമ്മൾ എന്ത് ചെയ്തു, ഇട്ട് കൊടുത്തു. ആ 2 ഇല ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി നമ്മൾ ഇട്ടു. ഇനി അതിലേക്ക് വേണ്ടതാ നമ്മുടെ ഏലക്കായൊക്കെ ഇതാ ചതച്ച്. മുർഷി സാറാണല്ലോ, നമ്മൾ ചായ കുടിക്കാമല്ലോ, അതാണ് വിളിക്കണം. ഹലോ, ഞാൻ വീട്ടിലുണ്ട്. കട്ടെ രീതി രക്ഷപ്പെട്ടോ മണത്തറിഞ്ഞാണ്ട്. അപ്പോൾ ഇത് കേട്ടോ, ഞാൻ വിളിച്ചോളാം. തിരക്കിലാണ്. ഇതിൻ്റെ അടിയിൽ നിന്ന് ഇനി മറ്റേ സംഭവം ഇട്ട് വേറെ ഉണ്ടോ? അപ്പോൾ ഏലക്കായ ഇട്ടു. ഇനി നമ്മളിതാ ഈ ഗ്രാമ്പുല്ലേ, നമ്മൾ ഈ ചോർക്ക് കിടന്ന ഈ കോല്, അത് 2 ഇടുന്നുണ്ട് കേട്ടോ. 2 അല്ല, ഒരു 3 ഗ്രാമ്പു, 4 ഗ്രാമ്പു ഇട്ടു. അപ്പോൾ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ ഇട്ടു. അതായത് നിങ്ങൾക്ക് ഈ ചായൻ്റെ തുടക്കം മുതലേ ഫീൽ ചെയ്തിട്ടുണ്ടാവും ഞാൻ ചെയ്തു തന്ന ഓരോ കാര്യങ്ങൾ. അതായത് നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്തത്. സാധാരണ നമ്മൾ വീട്ടിലും മരം ചെയ്യണ പോലെ തന്നെ അല്ല ചെയ്തിരിക്കണത്. ആദ്യം മുതലേ നമ്മളെ സ്റ്റെപ്പ് തന്നെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം എല്ലാ ഉമ്മമാരും
പെങ്ങന്മാരൊക്കെ വീഡിയോ കാണുന്ന നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകളൊക്കെ ഇത് വീട്ടിൽ മസ്റ്റ് ട്രൈ ചെയ്യണം, ഭർത്താക്കന്മാർക്ക് കൊടുക്കണം. എന്നിട്ട് ഓരൊക്കെ എന്താ അഭിപ്രായം പറഞ്ഞൊന്നില്ല, നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം, നമുക്ക് അഭിപ്രായം പറഞ്ഞാൽ. കാരണം നിങ്ങളെ ഓരോ കമൻറ്റുകളും അഭിപ്രായങ്ങളും നമ്മളെ ഓരോ ഇതിനും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, നമ്മളെ അടുത്ത് കുറേ ഐറ്റങ്ങളുണ്ട്, ഓരോ പ്രശ്നപരിഹാരത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഐറ്റംസ് തന്നെ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി തരും. അപ്പോൾ നമ്മളെ കൊറിയൻ ടച്ച് ചായയാണ് നമ്മളിപ്പം. മുർഷിയെ ആ വീട്ടിലുണ്ട്, വരുന്നുണ്ടോ? വേമുത്തേ ആർക്കല്ലേ? ഓക്കെ, വേമ്പ എനിക്കൊരു സ്പെഷ്യൽ സാധനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. വേമ്പ നിസ്കരിച്ചോണ്ട് പോര്. ഞാൻ നിസ്കരിച്ചിട്ട് വരാം. നിസ്കരിച്ച് പടച്ചവനോട് പ്രാർത്ഥിച്ച് ജീവനും പാടി പ്രാർത്ഥിച്ച് പോര്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ കൊറിയൻ ടച്ച് ചായ. ചായ കാണിച്ചു കൊടുത്താ, ഇവിടെ കാണിച്ചു കൊടുത്താ. ആ ചായയിൽ ആ ഇല കടന്നുകൊണ്ട്, അതായത് അതിൻ്റെ ഉള്ളിലുള്ള ഔഷധ ഗുണങ്ങൾ കംപ്ലീറ്റ് നമ്മളെ ചായയിലേക്ക് എന്ത് ചെയ്യാണ്, ഡിപ്പായി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു രക്ഷയില്ലാത്തൊരു ചായയായിട്ട് മാറാൻ പോവുകയാണ്. എനിക്കിത് ഇപ്പം ഇങ്ങനെ കണ്ടിട്ട് തന്നെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി തീ എന്ത് ചെയ്യാണ്, നമ്മൾ ഓഫ് ചെയ്യുക കേട്ടോ. തീ നമ്മൾ ഓഫ് ചെയ്തു, അത്ര മതി. തീ നമ്മൾ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ആ ഒരു പുകയോട് കൂടി ഇതൊന്ന് അടച്ചു വെക്കണം. അത് നമ്മൾ നമ്മളിത് എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് എടുത്തേക്കാം. ഗ്യാസ് കഴിഞ്ഞോ? തീയില്ലാത്ത ഒച്ച മാത്രം. ഇത്രയും നേരം ഉമ്മാനെ കുറ്റം പറഞ്ഞിട്ട് ഗ്യാസ്. അപ്പം നമ്മൾ അടുപ്പൊന്ന് മാറ്റി പിടിക്കണം. അപ്പം സെൻറ്ററത്തെ അടുപ്പ് തന്നെ വേണമെന്നില്ല. വേണ്ട സെൻറ്ററത്തെ അടുപ്പ് തന്നെ വേണമെന്നില്ല. നമുക്ക് ഏതടുപ്പായാലും കുഴപ്പമൊന്നുമില്ല. വേണ്ട ഒന്നും വേണ്ട. ഗ്യാസേ ഒന്ന് നിന്ന്. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫുള്ള് തിളപ്പിച്ചിട്ട്, ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിത് ഓഫാക്കിയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് അടച്ചു വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ചായ ഏകദേശം കരക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും താഴെ തിളക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒന്നും പറയാനില്ലാത്ത ചായ കേട്ടോ. എന്താ ചായ പൊന്തി വന്നു, തിളച്ചു വന്നു. പൊന്തരോട് കൂടി നമ്മൾ എന്ത് ചെയ്യണേ, ആ ഇല കണ്ടോ പൊന്തി വരുന്നത്, നമ്മൾ ഓഫാക്കി. അപ്പോൾ താന്ന് ഇങ്ങനെ പോകും. അതായത് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പൊന്തി ഇവിടെ വരെ വരിക, എന്നിട്ട് നമ്മളിവിടെ ഓഫാക്കുമ്പോൾ അത് താന്ന് ഇങ്ങനെ പോകും. ഇനി നമ്മൾ ഈ ആവി കംപ്ലീറ്റ് നമ്മൾ പുറത്തളയത്. കാരണം ഔഷധ ഗുണങ്ങളുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് അതൊക്കെ ആവിയോട് കൂടെ പോകും. അപ്പോൾ ആ ആവി ഒന്നുകൊണ്ട് ഈ പാത്രത്തിൻ്റെ അടിയിൽ എന്ത് ചെയ്യും, തട്ടും. അങ്ങനെ അത് കണ്ടൻസ് ചെയ്തിട്ട് അതിങ്ങനെ മറ്റേ നമ്മളെ വാട്ടർ വേപ്പറായിട്ട് ഇതിൻ്റെ അടിയിൽ നിൽക്കും. എന്നിട്ട് നമ്മൾ ആ വാട്ടർ പേപ്പറിൻ്റെ തുള്ളികളടക്കം തീക്കാൻ ഉറ്റിച്ച് കൊടുക്കണം ലാസ്റ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ചായ എടുത്തിട്ട് അരിപ്പും കാര്യങ്ങളൊക്കെ വെച്ച് അരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ കൊറിയൻ ടച്ച് ചായ. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മളെ ഉമ്മമാരൊക്കെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരുന്ന ആ ഒരു പറ്റിക്കലിന് ഇതിനോട് അറുതി വെക്കണം. ഇത് കാണുന്ന എല്ലാ യുവാക്കളും യുവതികളും ഇനി മുതൽ നിങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉമ്മാരോട് ചായ ഉണ്ടാക്കി തരാൻ പറയുമ്പം ഇങ്ങനെ ചായ ഉണ്ടാക്കി തരാൻ വരണം. മറ്റേത് നമ്മളെ പറ്റിക്കാണ് വരും. വെറുതെ വെള്ളം വെക്കുക, തിളച്ച് വരുമ്പോൾ ചായപ്പൊടി ഇടുക, പഞ്ചസാര ഇടുക, എന്നിട്ടൊരു വെള്ളം കൊണ്ടുവന്ന് തരിക, എന്നിട്ട് ചായ അറിഞ്ഞ് തരിക. അപ്പം അങ്ങനെ ഉണ്ടാക്കി തരുന്നവര് ഇനി മുതൽ അതിലൊരു മാറ്റം വരുത്തണം. ഇതോടുകൂടി നമ്മൾ പറ്റിക്കാൻ നിന്ന് കൊടുക്കരുത് സുഹൃത്തുക്കളെ. നമ്മൾ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ പഠിച്ച് കുഴങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഒരു ചായപ്പൊടി കിട്ടൊരു വെള്ളം, എന്നിട്ട് അതിന് ചായ എന്ന ഒരു പേരും പറഞ്ഞിട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അതിന് നമ്മളൊരു അറുതി വരുത്തി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കൊറിയൻ ടച്ച് ചായ കാണുന്ന യുവാക്കളെല്ലാവരും നിങ്ങളുടെ അമ്മമാരുണ്ടെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കണം. എങ്ങനെ വേണം ചായ ഉണ്ടാക്കി തരാമെന്ന് പറയണം. അതേപോലെ ഉമ്മമാരൊക്കെ ഭർത്താക്കന്മാർക്കും അതേമാതിരി പെങ്ങന്മാർ വല്യമ്മമാർ ഒക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഈ രീതിയിൽ ചായ വീട്ടിൽ ഇന്നു മുതൽ ഉണ്ടാക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ കൊറിയൻ ടച്ച് ചായ ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ വാട്ടർ പേപ്പറൊക്കെ വന്ന് അവിടെ ഇതായി കഴിഞ്ഞ് റെഡി ആയി കഴിഞ്ഞാൽ അതിലേക്ക് ഉറ്റിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് വാരനൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ ഗസ്റ്റ് ഇപ്പോൾ ഇവിടെ എത്തും. ഗസ്റ്റ് എത്തിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ നമ്മളെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റിന് നമ്മളെ ചായ നമ്മൾ കൊടുക്കാൻ പോവാം കേട്ടോ. നമ്മളെ ചായ നമ്മൾ അരിച്ച് പാരാൻ പോവാണ്. ഇതാണ് നമ്മളെ ചായ. ഗസ്റ്റ്
കരിയറിൽ ഇങ്ങനെ ചായ ഗസ്റ്റ് കുടിച്ചിട്ടുണ്ടാവില്ല. ഗസ്റ്റിന് നമ്മൾ ചായ കൊടുക്കാൻ പോവാണ്. ചായ ചിന്തി അത് ഞാൻ അടുത്തുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ ചായൻ്റെ മറ്റേ കറുകപ്പട്ടൻ്റെയൊക്കെ സ്മെല്ല് ഇതിലിങ്ങനെ കടന്ന് അലയടിക്കുന്നുണ്ട് കേട്ടോ. അടക്കട്ടെ, ഇമ്മും ഇത് കഴിഞ്ഞിട്ട് കുടിച്ചോളും. നമ്മൾ ചായ നമ്മൾ ഗസ്റ്റിന് കൊടുക്കാൻ പോവാണേ. അങ്ങോട്ട് കുടിച്ചാ കുടിച്ചിട്ട് അഭിപ്രായം പറയും. ഫസ്റ്റ് സിപ്പിൽ കുടിക്ക് ചെയ്. ഞാൻ ഉണ്ടാക്കിയാണ്. എന്താ അഭിപ്രായം? അടിപൊളി സീന് കാര്യത്തില് എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞ ഇതിനെ പറഞ്ഞാ പട്ടുണ്ട്, ഓക്കെ, ഇഞ്ചിണ്ട്, രണ്ടെണ്ണായി. ഇതൊക്കെ ഡൽഹിയിൽ നമ്മൾ കുടിച്ചിരുന്ന സാധനമാണല്ലോ. സാധനമാണിത്, കൊറിയൻ ടച്ച് ചായയാണ്. മറ്റേ സാധനം ഉണ്ടല്ലോ ആ കുരു പോലത്തെ ഏലക്കായ് അതുണ്ട്. അത് ഓരോ വലിയ ഇങ്ങനെ കുടിച്ചിട്ടാണ് മുറിച്ച് ഓരോന്ന് പറയണേ, ഓരോന്ന് ടിക്കറ്റ് ചെയ്യണേ. പറയേ വേറെ എന്തല്ലേ ഈ ചായക്ക് വേറെ പ്രത്യേകത കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ചായ സീനായില്ലേ, നിങ്ങൾ പോയി കാട്ടിവിടുന്ന മസാല ചായ സീനാ. ഇതിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ കറുകപ്പട്ടൻ്റെ ഇല അല്ലേ, അത് 2 ഇല ഇട്ട് കൊടുക്കണം. ആദ്യം എന്ത് ചെയ്ത് പഞ്ചസാര കുറുക്കി അതിക്ക് ചായപ്പൊടി ഇട്ട് കുറുക്കി, എന്നിട്ട് പാല് പാർന്നിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത്, കറുകപ്പട്ട, ഗ്രാമ്പു, പിന്നെ ഏലക്കായി ഞാൻ ഉണ്ടാക്കിയാണ്, ഇഞ്ചി. എങ്ങനെയുണ്ട് ചായ? പ്രൊഡക്റ്റീവായതാണ് സംഭവം, സെറ്റല്ലേ, അടിപൊളിയല്ലേ. അത് ഈ ചായൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ രാവിലെ വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്ന ഭർത്താക്കന്മാർ വൈകുന്നേരം 4 മണിക്ക് കയറി വരുമല്ലോ പണി കഴിഞ്ഞാണ്ട്. വരുമ്പം പെണ്ണുങ്ങളാളിതാ കുടിച്ചാണ് ഗ്ലാസ് ചായ കൊടുത്താൽ ഫ്ലാറ്റ് അയിമ ഫ്ലാറ്റ് ആവും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ചായക്ക് നല്ല അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത്. എനിക്കും വളരെ നല്ല അഭിപ്രായത്തിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മസ്റ്റ് ട്രൈ ചെയ്യുക. അതായത് തെറ്റിപ്പോണ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യമാർ നിർബന്ധമായിട്ട് വരുന്ന വരവ് തന്നെ ഈ ഒരു ചായ കൊടുത്താൽ അതോടുകൂടി അവിടെ എല്ലാ പകുതി മുക്കാൽ പ്രശ്നങ്ങളും തീരുന്നതാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ട് എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മളെ കൂടെ ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്ത്, അതായത് രാവിലെ ഭർത്താവ് തെറ്റിപ്പോയിട്ട് വൈകുന്നേരം വന്നപ്പോൾ ഇത് കൊടുത്തപ്പം മുണ്ടി എന്ന് പറഞ്ഞ 2 സ്ത്രീകൾ നമ്മളെ കൂടെ ഉണ്ട്. അതിൽ ഓരോ ഫ്രൈസ് നമ്മൾ കാണിക്കണില്ല. അപ്പോൾ ഓരോ ഒരു ഫീഡ്ബാക്ക് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഞാൻ ചോദിച്ച് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങളെ ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്ന് തെറ്റിപ്പോയി എന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്നിട്ട് വൈകുന്നേരം വന്നപ്പോൾ ഈ ചായ കൊടുത്തപ്പോൾ മുണ്ടി എന്നാണ് കേട്ടത്. അത് ശരിയാണോ തെറ്റാണോ? എന്താ തൊള്ളർന്ന് പറയണോ? ശരിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഒരാൾ, അതായത് നമ്മളിവിടെ തൊട്ട അയലോക്കത്തിൽ ഒരാളാണ്. അപ്പോൾ ആ ആളാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഭർത്താവ് തെറ്റിപ്പോയിനി, അപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ ശരിയായി എന്നാണ് പറഞ്ഞു. ഒരാളും കൂടി ഉണ്ട്, ഇപ്പോൾ വരും. എന്നിട്ട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ 2 ആളെ റിവ്യൂ നമ്മൾ നിങ്ങൾക്ക് ഫേസ് കാണിക്കാതെ നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം.